അതൊരു പഴഞ്ചൊല്ലടി. അപ്പൊ മണ്ണും ചാരുന്ന ചെക്കനുണ്ടോന്ന് പറയാത്തെന്താ? അത് ഈ ആണുങ്ങൾ പറയുകയാണെങ്കിൽ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയും. ഇനി പെണ്ണുങ്ങൾ പറയുകയാണെങ്കിലോ മണ്ണും ചാരി നിന്നവൾ ആണും കൊണ്ടുപോയി, അങ്ങനെ പറഞ്ഞ അത് വലിയ കഥയൊന്നുമില്ല. അല്ലപ്പേ, അങ്ങനെയാണ് ചാരന്റെ എവിടത്തെ മണ്ണാവോ? എന്തിനാ? അല്ല, അവിടെ പോയി വെറുതെ ചാരി നോക്കാന്ന് വിചാരിച്ചിട്ടാ. അല്ല, ചാടുന്നതല്ല ലോട്ടറി അടിച്ചാലോ, അപ്പൊ അപ്പയ്ക്ക് ബുദ്ധിമുട്ടുണ്ടല്ല. അപ്പേ, എനിക്കൊരു ചെണ്ട മേടിച്ചോ? ഇപ്പൊ എന്തിനു ചണ്ട? ഇപ്പൊ വെക്കേഷൻ അല്ലേ, കുട്ടി പഠിക്കാനാ. എടി അതിന് ഭയങ്കര സൗണ്ടാണ്. ഈ അയലക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കും ഈ ഒച്ചപ്പാട് കേട്ട് കഴിഞ്ഞാല്. ഞാൻ ആരും ശല്യം ചെയ്യാണ്ട് രാത്രി എല്ലാവരോടും കഴിയുമ്പോ കുട്ടിക്കൊള്ളാം. അക്കു, ഇതെന്തിട്ട് കാണിക്കണേ? നീ കൈയെടുത്ത് മൂക്കടിച്ചിട്ട് മാന്തിതാ. അങ്ങനെ പബ്ലിക്കായിട്ടും ഇങ്ങനെ കൈയൊന്നിടരുത്, അതൊക്കെ മോശക്കേടാ. അപ്പക്കത് അത്ര മോശക്കേടായിട്ട് തോന്നണ്ട. പിന്നല്ലാണ്ട് എന്നൊരു കാര്യം ചെയ്യ്, അപ്പന്റെ മൂക്കിൽ കൈയിട്ട് മാന്തിത്താ. എന്തേ പറ്റൂലേ? അതെ തന്നെ. ഏയ് പോവല്ലേ, മാന്ത്. മാന്തപ്പേ. ആ ഞാൻ അമ്മ വിളിക്കുന്നു, ഞാൻ പോയിട്ട് വരാം. ആ ഹേയ് പോവല്ലപ്പേ, മാന്ത്. നീ മതിക്കോ? അല്ലപ്പേ, മാന്ത് പോവല്ലേ. മര്യാദക്ക് ഞാൻ മാന്തിക്കൊണ്ടിരുന്നല്ലേ. നീ മതിക്കോടി, കുഴപ്പമില്ല. അപ്പക്കെല്ലാം മോശക്കേട്. കുഴപ്പമില്ലെന്ന്. നീ മതിക്കോ, എനിക്ക് കുഴപ്പമില്ല. നീ മതിക്കോ, നീ മതിക്കോ, ഞാനൊന്നും പറയുന്നില്ല. അപ്പേ, ഓണപരീക്ഷയുടെ റിസൾട്ട് കിട്ടി. എന്റെ ക്ലാസ്സിലെ പഠിപ്പിസ്റ്റ് രേഷ്മിയില്ലേ, അവളുടെ അഹങ്കാരം കൂടി കുറഞ്ഞു. അതെന്താ? എല്ലാ പ്രാവശ്യം മാത്സില് അവൾക്ക് 50-50 കിട്ടാറ്. ഇത്തവണ അവൾക്ക് 47 മാർക്കാ കിട്ടിയുള്ളൂ. 3 മാർക്ക് പോയി. ടീച്ചറുടെ അവൾക്ക് അവിടെ ചീത്തയും കിട്ടി. എന്നിട്ട് ടീച്ചർ പറയണേ, നീ അക്കുവിനെ കണ്ടുപിടിക്കാൻ. എന്തപ്പേ? രോമാഞ്ചം. ഒരു നല്ല കാര്യം പറയുമ്പോഴാണ് അപ്പയുടെ ഒരു കോമാഞ്ചം. എന്നാലും രേഷ്മയുടെ 3 മാർക്ക് അവിടെ പോയി. ആ 3 മാർക്ക് എനിക്കല്ലേ കിട്ടിയത്. അയ്യേ, 3 മാർക്കാ? അയ്യേനാ, എല്ലാ പ്രാവശ്യം പൂജയല്ലേ കിട്ടാറ്. ഇപ്രാവശ്യം 3 കിട്ടിയില്ലേ. ടീച്ചറിന്റെ മാർക്ക് കിട്ടിയത് പറഞ്ഞെന്നറിയോ? അക്കു പുരോഗതിയുടെ പാതയിലാണ്. എല്ലാവരും അക്കുവിനെ കണ്ടുപിടിക്കാൻ. ഒന്ന് ചിരിക്കപ്പേ. ഇതെന്ത് ഇങ്ങനെ ചിരിക്കണേ? അപ്പയ്ക്ക് അപ്പിട മുട്ടുണ്ട? അല്ല, മുഖത്തിന്റെ ആക്ഷൻ കണ്ടിട്ട് ചോദിച്ചതാ. അമ്മ പുളി പറിക്കാൻ കേടിയപ്പോഴേ കോണിമിന്ന് വീണു. അയ്യോ, എന്നാ ഞാൻ പോയി നോക്കട്ടെ. വേണ്ടപ്പേ, കുഴപ്പമൊന്നുമില്ല. വല്ലതും പറ്റിയാവോ? കുറച്ച് മണ്ണ് പറ്റിയല്ലാതെ വേറൊന്നും പറ്റിയില്ല. എന്നിട്ട് അമ്മ എന്തിയെ? അമ്മ വീണാണ്ടപ്പോ തന്നെ ഞാൻ ഓടി. തിരിഞ്ഞോക്കിയപ്പോ അമ്മ നേരത്ത്. ഒരാള് വീണാണമ്മ സഹായിക്കണ വേണ്ടത്, അല്ലാണ്ട് ഓടല്ല. നന്നായി. ഞാൻ ഓടിയില്ലെങ്കിലേ ഈ അമ്മ എന്റെ പേത്തി വീണ് ഞാൻ പടായാണ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഓടിപ്പോവാണ്ട് കുറച്ച് മാറിനാ മതിയല്ല? ശരിയാ, കുറച്ച് മാറുന്നാ മതിയായിരുന്നു. അപ്പമ്മ വീഴുന്നത് ലൈവായിട്ട് കാണായിരുന്നു. മിസ്സായി പോയി. ഈ ലൈവായിട്ട് കാണാൻ പറ്റാത്തതിന്റെ സങ്കടമായിരിക്കും അല്ലേ? അതല്ലപ്പേ, ഇതൊക്കെ എപ്പോഴും കാണാൻ പറ്റില്ലല്ല. എന്നാലും തലകുട്ടിയാണോ വീണേ? ശരിക്കും നീ കാണുമ്പോ എങ്ങനെയായിരുന്നു? ഞാൻ കാണുമ്പോ വീണെടുത്തല്ലേ. അയ്യോ 10 എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഉണ്ടായിരുന്നു, ഈ മര്യാദയ്ക്ക് കാണായിരുന്നു. അപ്പൊ അപ്പയ്ക്കും കടാകര ഗുഡല്ലേ? അല്ല, നീ പറഞ്ഞ പോലെ ഇതൊക്കെ വല്ലപ്പോഴല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പാവന്റെ അമ്മ. ഞാൻ വെറുതെ പറഞ്ഞ. അപ്പൊ ഇതായിരുന്നു അപ്പയുടെ മനസ്സിലിരിപ്പ്. അമ്മേ, എടി ഞാൻ വെറുതെ പറഞ്ഞ. എനിക്കാണ് ആഗ്രഹമൊന്നുമില്ല കേട്ടാ. അത് ശരി, ഇപ്പൊ എന്റെ ആയല്ലേ. ഈ കിടാങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഓന്തിന്റെ പോലെ നിറം മാറിയിട്ടുണ്ട്. പുലിവാല്. വീട്ടിൽ പോവാൻ പറ്റൂല. കഴിക്കും തോറ്റി. ഇന്ന് സ്കൂളിൽ വെച്ച് വീണപ്പേ. ഞാൻ പറഞ്ഞില്ല നിന്നോട് സൂക്ഷിച്ചൊക്കെ നടക്കാൻ. ഞാൻ കോണിപ്പടി ഇറങ്ങി വരുമ്പോ ആ ചെറുക്കനെ ബാക്കി വന്നാണ് ഇടിച്ചത്. എനിക്ക് ബാക്കിൽ കണ്ണുണ്ടാ കാണാൻ. പണപ്പേ. എന്നിട്ട് വേറെ വല്ലതും പറ്റിയാ? എന്റെ കയ്യും കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. പിന്നെ ഒരു കാര്യം കണ്ടപ്പ എന്റെ വേദന പെട്ടെന്ന് പോയി. എന്ത് കാര്യം?
ഞാൻ വീണ കൂട്ടത്തിൽ ആ ചെറുക്കുണ്ട് തലകുത്തി വീണപ്പേ. അത് കണ്ടപ്പാ എനിക്ക് സമാധാനായി, എന്റെ വേദനയും പോയി. അയ്യോടി പാവം, അവന് വേനെടുത്തുണ്ടാവോ? അപ്പയുടെ മോളാരാ? അത് നീ. എന്നിട്ട് അവന് വേനെടുത്തോന്നറിയാനാണുള്ള ധൃതി. അല്ലക്കു, അതൊരു മാനസിക പരിഗണന വെച്ച് ഞാൻ പറഞ്ഞ. അപ്പൊ എനിക്ക് പറഞ്ഞ മാനസിക പരിഗണന ഇല്ലേ? തെറ്റിപ്പോയി. പരിചരണ കുന്തം പറയാനും കിട്ടില്ലല്ലോ. ഞാൻ എന്താ മനുഷ്യനല്ലേ? നീ മനുഷ്യനാണ്, അത് വിട്ടുകളാ. നിനക്കിപ്പോ വേനുണ്ടാ? ആ, കുറച്ച് വേനെടുത്തു. എന്നാൽ ആ ചെറുക്കൻ എന്തൊരു കരച്ചിലായിരുന്നു. ഞാൻ ചിരിച്ചിരിച്ച് മണ്ണ് തപ്പി. ഒരാള് വീണാണ് മേലെ ചിരിക്കണേ. അതെന്താ ചിരിച്ചാല്? ഇന്നാള് യൂട്യൂബിൽ ഒരാള് വീണ വീഡിയോ കണ്ടപ്പോ ഇങ്ങനെ ചിരിച്ചിരിക്കണ്ടായിരുന്നല്ല. അത് പിന്നെ വീണ ചിരി വരില്ലേ? അത് ശരി, നിങ്ങൾക്കൊക്കെ ചിരിക്കാം, എനിക്ക് മാത്രം ചിരിക്കാൻ പറ്റില്ല. ഇത് എവിടുത്തെ ന്യായപ്പേ? അപ്പയ്ക്കൊരു കാര്യം അറിയോ? ആ ചെറുക്കൻ വീണില്ലായിരുന്നെങ്ക ഞാൻ ടീച്ചറോട് പറഞ്ഞ് അവനടി മേടിച്ചു കൊടുത്താനെ. അത്രക്ക് വേനുണ്ടായി എനിക്ക്. നിനക്ക് ശരിക്കും ആരാവൻ ആഗ്രഹം? തീവ്രവാദി അങ്ങനെ? ശരിക്കും പറഞ്ഞ എല്ലാവർക്കും പ്രിയപ്പെട്ട നല്ലൊരു കുട്ടിയാവാനാ എനിക്കിഷ്ടം. എന്ന് വെച്ചാ എല്ലാവരോടും നന്മ ചെയ്ത് ഇപ്പൊ ആരെങ്കിലും എന്നെ ഉപദ്രവിച്ച അവരോട് ഞാൻ ക്ഷമിച്ച് അങ്ങനെ ഒരു നല്ല കുട്ടിയാവാൻ എന്റെ ആഗ്രഹം. ആഹാ, എന്ത് നല്ല നടക്കാത്ത ആഗ്രഹം. കൊള്ളാം. അപ്പേ എന്തിന്റെ പരിപാടി? ഒന്നുമില്ല. എന്താണാവോ ഭയങ്കര സങ്കടം. അതെന്ത് പറ്റി? കാരണമൊന്നുമില്ല. അതാണ് അപ്പയുടെ സങ്കടം? അതൊന്നല്ലടി. പിന്നെ എന്തിട്ട് തേങ്ങയാണ് പറ. ഇത് വല്ലാത്ത തലവേദനയല്ല. അത് ശരി, അപ്പൊ ഞാനാണ് അപ്പയുടെ തലവേദന അല്ലേ? എടി, ഞാനതല്ല ഉദ്ദേശിച്ചേ. ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? മറ്റു മാസങ്ങളിൽ ഇല്ലാത്തതും ഡിസംബറിൽ ഉള്ളതും എന്ത്? മറ്റു മാസങ്ങളിൽ ഒന്നുമില്ല, ഡിസംബറിൽ മാത്രം ഉള്ളത്. അതെന്ത്? ഉത്തരം അറിയോ? മഞ്ഞ്. മഞ്ഞ് ജനുവരിയിൽ ഉണ്ടാവാറുണ്ടല്ല, ഇതൊന്നുമല്ല. എന്നാ ഞാൻ തോറ്റു. എന്നാ ഞാൻ പറയട്ടെ, ഡി. ഡി എന്നുള്ള അക്ഷരം ഡിസംബറിൽ മാത്രമേ ഉള്ളൂ, വേറെ മാസത്തിലൊന്നുമില്ല. എങ്ങനെയുണ്ട് എന്റെ ചോദ്യം? അടിപൊളിയുണ്ട്. എന്നാ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കപ്പേ ഉത്തരം പറയാൻ എനിക്ക് കൊതിയാവണ്. മഹാത്മാഗാന്ധിയുടെ മകന്റെ പേരെന്താ? പറ. ഈസി ക്വസ്റ്റ്യൻ ആണല്ലോ. ഉത്തരം പറ. ദിനേശൻ. ദിനേശനാ? അതൊന്നല്ല. ഹേയ്, അപ്പല്ലേ പറഞ്ഞത് ഗാന്ധിജി ഫാദർ ഓഫ് ദി നേഷൻ ആണ്. ഫാദർ ഓഫ് ദി നേഷൻ എന്ന് പറഞ്ഞ ദിനേശന്റെ അപ്പനല്ലേ അർത്ഥം? എടി, അത് ഫാദർ ഓഫ് ദി നേഷൻ. അത് ശരി, അപ്പൊ മകന്റെ പേര് ദി നേഷൻ ആണോ? ഈ ഫാദർ ഓഫ് ദി നേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രാഷ്ട്രപിതാവ്, അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായ? അത് മനസ്സിലായി. എന്നാ ഞാൻ വേറെ ചോദ്യം ചോദിക്കട്ടെ അപ്പയോട്? വെള്ളത്തിന്റെ രാസനാമം അപ്പച്ചടയോ കെമിക്കൽ നെയിം? അറിയാം. എന്നാ പറ. നിനക്കറിയോ? അറിയാലോ. എന്നാ നീ ആദ്യം പറ. HIJKLMNO. എന്തുട്ട്? എന്റെ അപ്പ H തുടങ്ങി O വരെ, H2O. അതായത് HIJKLMNO. ഇതൊന്നും അപ്പയ്ക്ക് അറിയില്ലേ? സ്കൂളിൽ പഠിക്കുമ്പോഴേ നന്നായി പഠിക്കണേ, എന്നാലേ കിട്ടൂ. അപ്പേ ഭയങ്കരമായിട്ട് പടക്കം പൊട്ടണ്ടല്ല. പടക്കം പൊട്ടണല്ല, ഇടി കൊടുക്കണ. എന്ത് കുന്തായാലും പൊട്ടുണ്ട്. അപ്പയ്ക്ക് ഇടി പൊട്ടുമ്പോ പേടിയുണ്ടാ? എനിക്ക് പണ്ടേ പേടിയില്ല, പിന്നെയാണ് ഇപ്പ. അയ്യോ, എന്തുപറ്റി? ഷോക്കടിച്ചാ? കൈ മാറ്റിക്കോ, ഇടിവെട്ട് കഴിഞ്ഞു. അതെ, ഇടി കൊടുക്കുമ്പോൾ നമ്മൾ കാലൊക്കെ മുകളിലേക്ക് വെക്കണം. കാരണം ഭൂമിയായിട്ട് ടച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോക്കടിക്കും. അപ്പയ്ക്കും പേടിയുണ്ടല്ലേ? മനസ്സിലായി. ഇടിവെട്ടല്ല എനിക്ക് പേടി, എനിക്ക് അതിന്റെ സൗണ്ടോടെ പേടി. അതെനിക്ക് അങ്ങനെ തന്നെയാണ്. അപ്പയ്ക്ക് മഴത്ത് നനയെ ഇഷ്ടാണോ? പിന്നല്ലാണ്ട്. മഴ ഇങ്ങനെ പെയ്യുമ്പോ മഴത്ത് പാട്ടുപാടി ആടെ ഇഷ്ടാണോ? ഇഷ്ടമാണ്.
മഴയത്ത് തുള്ളിച്ചാടി ഇഷ്ടാണോ? ഹോ, ചെറുപ്പത്തിൽ ഞാൻ എത്ര തുള്ളിച്ചാടിക്കണമെന്നറിയോ? ഈ മഴയത്ത് തുള്ളിച്ചാടുന്നത് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് മോളെ. ഇത് അപ്പയുടെ മാത്രം വീക്ക്നെസ് അല്ല, മഴക്കാലായ എല്ലാ വാൽബാക്കടികളും ഇങ്ങനെയാണ്. അപ്പയുടെ പോലെ തുള്ളിച്ചാടാ ഭയങ്കര ഇഷ്ടാണ് അവർക്കും. ഞാൻ പഠിക്കാനുള്ള സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചണ്ട? അപ്പ ചോദിക്കില്ല, ഒക്കെ പഠിച്ചിട്ട്. എന്നാലേ ഹഗ് സ്പെല്ലിംഗ് പറ. ഹഗ്, HAG. എടി മണ്ടി, HUG ഹഗ്, അതാണ് കറക്റ്റ്. അപ്പ എന്ത് വണ്ടന? HUG ഹുഗാണ്. ഹുഗ എടി, HUG ഹഗ്. ഈ എച്ചിൻ്റെ കൂടെ യു ചേർക്കുമ്പോണ്ടല്ല അങ്ങനെ ഉച്ചാരണം തന്നെ, അതറിയോ? അപ്പൊ PUT പുട്ടല്ലേ, അല്ലാണ്ട് പട്ടുന്നല്ലല്ലോ വായിക്കണേ. അത് ചില വാക്കുകൾ അങ്ങനെ ഉച്ചാരണം വരും. ഇപ്പൊ CUT കട്ടുന്നവരാ, അല്ലാണ്ട് കുട്ടുന്നല്ല. അപ്പൊ CU വരുമ്പോ കു. അങ്ങനെയാണെങ്കിൽ CU എങ്ങനെ വായിക്കും? CU എന്ന് വരുമ്പോ കുക്ക്, കക്ക, കുക്കു, കക്ക്, കിക്ക്, അങ്ങനെയുള്ള വരാ കിക്ക്. അങ്ങനെയാണെങ്കിലേ ഇതെന്നിട്ടാ ഒന്ന് വായിച്ചേ. അത് കണ്ടില്ലേ? എനിക്ക് വായിക്കാം. കുക്കുംബറിനാണോ കക്കമ്പറിനാണോ? അത് സംശയം എന്തിട്ടാ? കക്കമ്പർ. CU അല്ലേ? കക്ക്, കക്കമ്പർ. എന്നിട്ട് ഇംഗ്ലീഷ്കാര് പറയുന്നത് ചുക്കമ്പറിനാണല്ലോ. അങ്ങനെ ഒരു വഴിയൊന്നുമില്ല. ആ ഫോൺ ഇങ്ങോട്ട് തന്നെ, ഞാൻ ഒരു കാര്യം കേൾപ്പിച്ചു തരാം. Cucumber. കേട്ടാ? ദേ ഒന്നും കൂടി വെച്ചുതരാം. Cucumber. കേട്ടാ? ഇതാണ് ഇംഗ്ലീഷ്. ഒന്നുകൂടി വെച്ചേ. Cucumber. 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 കുക്കുംബറും അല്ല കക്കമ്പറും അല്ല, ചുക്കമ്പർ. അപ്പൊ CU എന്ന് പറയുമ്പോ ചു, പിന്നത്തെ CU എന്ന് പറയുമ്പോ ഖ്. അപ്പൊ ചുക്കമ്പർ. അപ്പൊ ഇതിനെ കുറിച്ച് എനിക്കപ്പയുടെ അഭിപ്രായം? തോന്നിയവാസം അല്ലാണ്ട് എന്തിട്ട് പറയണേ? അവരുടെ ഇംഗ്ലീഷ് അവർ തോന്നിയ പോലെ പറയണ്. അപ്പൊ നമ്മൾ ചോദിക്കാന്ന് വെച്ചാൽ 1947 നമ്മളൊക്കെ ഇതിനെ ഓടിച്ചില്ലേ? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാറുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തൊട്ട് ചെയ്യാൻ? ടീച്ചർ പഠിപ്പിക്കുമ്പോൾ നല്ലപോലെ പഠിച്ചോ, അല്ലാണ്ട് വേറെ രക്ഷമൊന്നുമില്ല. അല്ലെങ്കിലേ നീ ഇപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഇരുന്നില്ലേ, അതുപോലെ നിന്റെ പിള്ളേർ നിന്നോട് ചോദിക്കുമ്പോൾ നീ ഇരിക്കേണ്ടി വരും. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു അഭ്യാസം തന്നെയാണ്.